അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം 36-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. നിശ്ചയം ആകാശഭൂമികൾ അവയെ സൃഷ്ടിച്ച ആ സമയം മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അതിൽ 4 എണ്ണം പവിത്രമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാകുന്നു എന്നാണ്. ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ തുടർച്ചയായ 3 മാസങ്ങളും അതോടൊപ്പം റജബ്, ജുമാദുൽ ഉഹ്റ കഴിഞ്ഞാൽ ഷഅബാൻ്റെ മുമ്പിലുള്ള റജബ്, ആ 4-ാമത്തെ മാസം. അപ്പോൾ ഈ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ദുൽഖഅദ്, ദുൽഹിജ്ജ എന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസങ്ങളാണ്. പ്രത്യേകിച്ച് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അതിന് മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ഏറെ വ്യതിരക്തതയുണ്ട് എന്നുള്ളതാണ്, ഏറെ സവിശേഷതയുണ്ട് എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാത്രികൾ ഏതെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രികൾ തന്നെയാണ്. എന്നാൽ പകൽ സമയങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പകലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ, ദിവസങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ
അത് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ല 969 നമ്പറായി നൽകുന്ന വചനം, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ 10 ദിവസങ്ങളെക്കാൾ, ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള വേറെ ദിവസങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ് വമൽ ജിഹാദ്, അള്ളാഹുവിൻ്റെ റസൂലെ ജിഹാദോ? ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ ശത്രുവിനെ പ്രതിരോധിക്കുക എന്നുള്ളത്, ജിഹാദ് ധർമ്മ സമരം എന്നുള്ളത് ഇസ്ലാമിൽ വമ്പിച്ച സ്ഥാനമുള്ളതാണ്. അപ്പോൾ വമൽ ജിഹാദ്, അങ്ങനെയുള്ള വിശുദ്ധ ധർമ്മ സമരമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഒരാൾ ജിഹാദിന് പുറപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ആ ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മസമരത്തിന് പുറപ്പെട്ടിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചു. അങ്ങനെയുള്ള ആൾ അദ്ദേഹം തന്നെയാണ് ഈ ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നവരെക്കാൾ ഏറ്റവും അത്യുന്നതമായ ദറജയിലുള്ളത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പോൾ ഈ ഹദീസിൽ നിന്നുള്ള പാഠം എന്തെന്ന് ചോദിച്ചാൽ, സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യമാക്കപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, അള്ളാഹുവിനേറെ പ്രിയങ്കരമായിട്ടുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നുള്ളതാണ്. ഹിജറ 8-ാം നൂറ്റാണ്ടിൽ വഫാത്തായിട്ടുള്ള മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഈ ദിവസത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിലെ ഹജ്ജ് ഈ ദിവസങ്ങളിലാണ്. അതുപോലെ ഈ ദിവസങ്ങളിൽ 5 സ്തംഭങ്ങളിൽ അഥവാ അർക്കാനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട നമസ്കാരം ഈ ദിവസങ്ങളിലുണ്ട്. അതുപോലെ സക്കാത്ത് നൽകാം, അതുപോലെ ഐച്ഛികമായിട്ടുള്ള നോമ്പ്, അതൊക്കെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള മർമ്മപ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇബാദത്തുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിവസങ്ങളാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഓരോ മുസ്ലിമും ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം, വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഓരോ മുസ്ലിമും ആദ്യമായി ചെയ്യേണ്ടത് എന്താ? അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. എപ്പോഴും തൗബയാണ് ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ തൗബ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് പാപമോചനം തേടിക്കൊണ്ട്, പാപമോചനം യാചിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് കപടരഹിതമായിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള, നിർവ്യാജമായിട്ടുള്ള, ഏറെ ആത്മാർത്ഥമായിട്ടുള്ള പശ്ചാത്താപം നിർവഹിക്കുവിൻ. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്.
വതൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും പ്രിയമുള്ളവരെ. അള്ളാഹുവിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ റിയാദുസ് സ്വാലിഹീൻ രേഖപ്പെടുത്തി, തൗബ എന്ന് പറയുന്ന അധ്യായത്തിൽ ഓരോ മുസൽമാനും ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യൽ വാജിബാണ്, നിർബന്ധമാണ് എന്നുള്ളത്. അനിവാര്യമായിട്ടും തൗബ ചെയ്യേണ്ടതുണ്ട്. തൗബ എന്ന് പറയുന്നത് അത് വാജിബാണ്, നിർബന്ധമാണെന്നാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാം, ആ രൂപത്തിലല്ല. നിർബന്ധമായും തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിനം പ്രതി 100-ലധികം തവണ ഇസ്തിഗ്ഫാർ തൗബ ചെയ്യുമായിരുന്നു എന്ന്. അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മർറ. ഞാൻ 100 തവണയെങ്കിലും തൗബ ചെയ്യും. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. നമ്മളൊക്കെ എത്ര നമസ്കാരങ്ങൾ കൃത്യമായിട്ട് നമസ്കരിക്കാതെ എത്ര ഉണ്ടാവും? അതുപോലെ നമസ്കാരത്തിൽ അശ്രദ്ധ വന്നത് എത്ര ഉണ്ടായിരിക്കും? അതുപോലെ നിർബന്ധമായ മറ്റുള്ള കാര്യങ്ങൾ, നോമ്പിലൊക്കെ എത്ര വീഴ്ച ഉണ്ടാകും? അതുപോലെ സക്കാത്തിൽ വീഴ്ച ഉണ്ടാകും. അതുപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ, അവരെ ആദരിക്കുന്നതിൽ, അങ്ങനെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, അത്തരം വിഷയങ്ങൾ നമ്മുടെ ഭാഗത്ത് എത്ര തെറ്റുകൾ നമുക്ക് വീഴ്ചയുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും അള്ളാഹുവിന് പ്രിയങ്കരമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് പാപം പുറത്തു തരാൻ യാചിക്കുകയുമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ വാഴ്ത്തുക എന്നുള്ളതാണ്, തക്ബീറുകൾ മുഴക്കുക എന്നുള്ളതാണ്. തക്ബീർ, നമ്മൾ പെരുന്നാളുകൾക്ക് ചൊല്ലുന്ന ആ തക്ബീറുകളുണ്ടല്ലോ, അത് നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുകയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത്രമാത്രം വമ്പിച്ച അല്ലെങ്കിൽ മഹത്വമേറിയിട്ടുള്ള ദിനങ്ങളില്ല. വല അഹബ്ബു ഇലൈഹി, ഇതിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ദിനങ്ങളില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ഫഅക്സിറൂ ഫീഹിന്ന, നിങ്ങൾ ധാരാളമാക്കുവിൻ. ഈ ദിവസങ്ങളിൽ ധാരാളമാക്കാനാണ്. ഇങ്ങനെ 10 എണ്ണം അല്ലെങ്കിൽ 33 എണ്ണം 100 എണ്ണം അങ്ങനെയല്ല. ഫഅക്സിറൂ ഫീഹിന്ന, ധാരാളമാക്കുവിൻ. എന്ത്? മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വം, വഹദാനിയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിക്കൊണ്ട് അള്ളാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ അടിത്തറ, ഇസ്ലാമിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള സിദ്ധാന്തം അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നമ്മൾ പ്രഖ്യാപിക്കണം. എന്തുകൊണ്ടാണ് അത് പ്രഖ്യാപിക്കുന്നത്? ഈ തൗഹീദിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം സംഭവിക്കാൻ അധികം ദൂരം സഞ്ചരിക്കേണ്ടതില്ല. ഏത് സന്ദർഭത്തിലും പിശാചിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ദുർബോധനം എന്താ? മനുഷ്യനെ ഷിർക്കിലേക്ക്, ബഹുദൈവ വിശ്വാസത്തിലേക്ക്, അതുപോലെ സത്യനിഷേധത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ വത്തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവനെന്നുള്ള ചിന്ത, ആ ഒരു അത് വെറും നാവും ചുണ്ടും അനക്കിക്കൊണ്ട് പറയുക മാത്രമല്ല, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട്, ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട്, മനസ്സിൽ തട്ടിക്കൊണ്ട്
നമ്മൾ പ്രഖ്യാപിക്കുക, അള്ളാഹുവാണ് വലിയവൻ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, ഞാനല്ല, എൻ്റെ കുടുംബമല്ല, എൻ്റെ പാർട്ടിയുടെ നേതാവല്ല, മറിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്നുള്ളത്. അതുപോലെ വത്തഹ്മീദ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹദീസിൽ കാണാൻ ഇമാം തുർമുദി പറയുന്നുണ്ട്, ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അൽഹംദുലില്ലാ എന്നുള്ളതാണ്. കാരണം എന്താ പറയുക, അത് അള്ളാഹുവിന് സ്തുതിയാണ്, അള്ളാഹുവിന് ശുക്റാണ്, അള്ളാഹുവിന് നന്ദി പറയാണ്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, തക്ബീറുകളും തഹ്മീദുകളും, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ തക്ബീറുകളുണ്ടല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതിൻ്റെ ഒരു സമയം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ തക്ബീറിൻ്റെ ഒരു സമയം പറയുന്നത് 2 രൂപത്തിൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 രൂപത്തിലാണ് ഈ തക്ബീറുകൾ നമ്മൾ പറയേണ്ടതെന്നാണ്. ഒന്ന് ദുൽഹജ്ജ് 1 ഫജ്ർ നമസ്കാരാനന്തരം മുതൽ ദുൽഹജ്ജ് 13 മഗ്രിബ് വരെ നമുക്ക് ഉപാധിയില്ലാതെ, ഉപാധി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ രാത്രിയാവട്ടെ പകലാവട്ടെ, നമസ്കാരത്തിന് മുമ്പാവട്ടെ ശേഷമാകട്ടെ, നടക്കുമ്പോഴാവട്ടെ ഇരിക്കുമ്പോഴാവട്ടെ, ഏത് സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാം. അതാണ് അത്തക്ബീറുൽ മുത്ലഖ് എന്ന് പറയും, നിരുപാധികമായിട്ടുള്ള തക്ബീർ. എന്നാൽ ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 9 എന്ന് പറഞ്ഞാൽ അറഫ ദിവസമാണ്. അന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഇതേ തക്ബീറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ദുൽഹജ്ജ് 13 അസർ നമസ്കരിച്ച് ചൊല്ലുന്നത് വരെ നമുക്ക് ഓരോ ഫർള് നമസ്കാര ശേഷവും ചൊല്ലാം. അത് ഉപാധിയല്ല, തക്ബീറാണ്. ഉപാധി എന്താണ്? ഇതിൻ്റെ ഉപാധി ഫർള് നമസ്കാര ശേഷമേ ചൊല്ലാവൂ. ഇതിൻ്റെ രൂപം ഒരേ രൂപം തന്നെയാണ്, വ്യത്യാസമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 2ആയിട്ട് ചൊല്ലാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 3ആയിട്ട് ചൊല്ലാം. അതിനൊന്നും തന്നെ വിരോധമില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മുൻഗാമികളായിട്ടുള്ള പ്രവാചകൻ്റെ അനുയായികളായിട്ടുള്ള സ്വഹാബ അവരൊക്കെ ഇത് ചൊല്ലിക്കൊണ്ട് വീട്ടിലും പുറത്തും ഒക്കെ ചൊല്ലുമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അത് വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. പക്ഷേ ഒരാൾ ചൊല്ലുക, മറ്റുള്ളവരെല്ലാം ഏറ്റു ചൊല്ലുക, ആ ഒരു രീതി ഒരിക്കലും പ്രവാചകനോ സഹാബത്തോ പഠിപ്പിച്ചതല്ല. ഓരോ ആളുകളും വ്യക്തിഗതമായിട്ട് ഇത് ചൊല്ലുക എന്നുള്ളതാണ്. ചൊല്ലുക എന്ന് പറയുമ്പോൾ ഇത് പ്രാർത്ഥനയാണ്. കേവലം എന്തെങ്കിലും ഒരു ഗാനം ആസ്വദിക്കുന്ന രൂപത്തിലല്ല, മറിച്ച് ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള ഒരു ആരാധനാ കർമ്മം എന്നുള്ള നിലയ്ക്ക്. സഹോദരങ്ങൾ, ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോമ്പാണ്. നോമ്പെന്ന് പറയുമ്പോൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെന്ന് പറയുമ്പോൾ അറഫ നോമ്പ്. ഹജ്ജിന് പോകാത്ത ആളുകൾ, ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ നോക്കാൻ പാടില്ല. ഹജ്ജ് അറഫയിൽ അവിടെ സമ്മേളിക്കണം. അവർക്ക് ധാരാളമായിട്ട് പ്രാർത്ഥനകളും മറ്റുമൊക്കെ നിർവഹിക്കണം. പ്രവാചകൻ ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അറഫയിൽ സമ്മേളിച്ച ആ ദിവസം നോമ്പ് നോറ്റില്ല. അപ്പോൾ ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് അന്ന് നോമ്പ് ശക്തമായ സുന്നത്താണ്. സുന്നത്തുൻ മുഅക്കദ എന്ന് പറയും, പ്രബലമായ സുന്നത്തെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, സുഇല അൻ യൗമി സൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പോൾ റസൂൽ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷവും, ഇങ്ങനെ 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണെന്ത്? അറഫ ദിവസത്തെ നോമ്പ്. അപ്പം അത് നിസ്സാരമല്ല. ജോലിയുള്ളവരും അതുപോലെ ഏത് തലങ്ങളിലുള്ള ആളുകളാണെങ്കിലും ശരി, കഴിവിൻ്റെ പരമാവധി അന്ന് ആ സുന്നത്ത് നോമ്പ് എന്നുള്ള, അറഫ നോമ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ ഒരു നിയ്യത്തോടുകൂടെ, പ്രത്യേകം തയ്യാറെടുപ്പോടുകൂടെ അത്താഴൊക്കെ കഴിച്ച് സാധാരണഗതിയിലുള്ള ഒരു നോമ്പെടുക്കുന്ന ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നോക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ആരാധനാ മനോഭാവത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കണം. എന്നാലാണ് 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ആ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട്
ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, വഹുവ യൗമുൻ ശരീഫുൻ അളീമുൻ വഈദുൻ കരീമുൻ വഫളലുഹു കബീറുൻ വഖദ് സഹഹ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന സിയാമഹു യുകഫിറു സനതൈൻ. അതായത് അത് ഏറ്റവും ആദരവാക്കപ്പെട്ട, ഏറ്റവും വമ്പിച്ച മഹത്വമേറിയിട്ടുള്ള ദിവസമാണ്, വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. പ്രവാചകനിൽ നിന്ന് ശരിയായ നിലക്ക്, സഹിഹായ നിലക്ക് വന്നിട്ടുണ്ട്. ആ നോമ്പ് കൊണ്ട് 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളത്. ഇമാം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം പ്രവാചകനിൽ നിന്ന് വേദനം ചെയ്യുന്നുണ്ട്. സഹീഹ് മുസ്ലിമിൽ അത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ നോമ്പ് നോൽക്കേണ്ടത് എപ്പോഴാണ്? ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം. അതിനാണ് അറഫാ ദിവസം എന്ന് പറയുക. അറഫ എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്കറിയാം, മക്കയുടെ പരിസരത്താണുള്ളത്. അപ്പോൾ അവിടെ ഹജ്ജിൻ്റെ ഭാഗമായി ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ആ ദിവസമാണ് അറഫ ദിവസം. അന്നാണ് ആ നോമ്പ് നോക്കേണ്ടത് എന്നുള്ളതാണ്. ഇനിയോ ഈ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ തൗബയെക്കുറിച്ച് പറഞ്ഞു, ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞു, ഈ അറഫ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് സാധിക്കുമെങ്കിൽ ഇതിനിടക്ക് വരുന്ന തിങ്കളോ വ്യാഴമോ ഒക്കെ നോക്കാം. ആ തിങ്കളും വ്യാഴം അല്ലെങ്കിൽ സുന്നത്താണ്. അപ്പോൾ നോമ്പ് നോക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ദിവസങ്ങളിൽ നോക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, മറ്റുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ എന്തെല്ലാം പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കണം. നമ്മൾ സ്വന്തത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ച റബ്ബിനോട് പറയണം. നമ്മുടെ ഈമാൻ നിലനിർത്തുവാൻ, നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ സത്യവിശ്വാസത്തോടുകൂടെ അടിയുറച്ച ഈമാനോടുകൂടെ മരണപ്പെടാൻ, അതുപോലെ വലിയ ആപത്തുകളിൽ ദുരന്തങ്ങളിൽ രക്ഷ കിട്ടാൻ, അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ബുഖാരിയിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറകിൽ ശഖാ വസൂഇൽ ഖലാ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, വമ്പിച്ച, അതായത് മിൻ സൂഇൽ ഖലാ, ചീത്ത വിധി. ചീത്ത വിധി എന്നൊക്കെ പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? നമ്മളൊക്കെ വാർത്ത വായിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ന്യൂസ്, ഒരു സഹോദരി, സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ ഒരു ബസ്സിൽ കയറി ടൗണിലേക്ക് പോകാൻ. ആ ബസ്സിൽ നിന്ന് ആ സഹോദരി ഇറങ്ങി. അതേ ബസ്സിൻ്റെ ടയർ കയറി ആ ബസ് സ്റ്റാൻഡിൽ അവർ മരണപ്പെടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ചീത്ത വിധി എന്ന് പറയുന്നത് നിസ്സാരമല്ല. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്നൊക്കെ അള്ളാഹിനോട് രക്ഷ തേടിയത്? അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇൽ ഖലാ വദറകി ശഖാ, നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന്, വശമാതത്തിൽ അഅദാ, നമ്മുടെ പരാജയത്തിൽ നമ്മുടെ ശത്രുക്കൾ സന്തോഷിക്കുക, അതിന്നൊക്കെ അല്ലാഹുവിനോട് രക്ഷ തേടുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മുടെ സ്വന്തത്തിന് വേണ്ടി എന്തെല്ലാം പ്രാർത്ഥിക്കണം? നമ്മൾ നമ്മുടെ അമലുകൾ സ്വീകരിക്കണം, നമ്മുടെ പാപങ്ങൾ റബ്ബ് പുറത്തു തരണം, നമുക്ക് സ്വർഗം കിട്ടണം, നമുക്ക് നരകമോചനം കിട്ടണം, ഖബറിൻ്റെ അദാബിൽ നമുക്ക് രക്ഷ കിട്ടണം. ഇതിനൊക്കെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണ്ടേ? റിസ്ക് വേണം. നമുക്ക് ഇന്ന് ജോലിയുണ്ട്, നമുക്ക് ശമ്പളം വാങ്ങുന്നു, നാളെ അത് ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം? എന്തുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ വർസുഖനി, എനിക്ക് ഭക്ഷണം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളാരും ഇതൊന്നും മറക്കാൻ പാടില്ല. ശരിയാണ്, ഇന്ന് നമ്മൾ രാവിലെ കുളിച്ച് സുന്ദരനായി സ്പ്രേ അടിച്ച് അലക്കി തേച്ച് ഡ്രസ്സ് ധരിച്ച് സുമുഖനും സുന്ദരനുമായിട്ട് അങ്ങനെ ജോലിക്ക് പോകുന്നു, അൽഹംദുലില്ലാ. പക്ഷേ നാളത്തെ കാര്യം എന്തായിരിക്കും? അപ്പം നമ്മളതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ.
അപ്പോൾ അത് അതുപോലെ നമ്മൾ നമസ്കാരങ്ങൾ അത് ജമാഅത്തായിട്ട് നിർവഹിക്കുവാൻ, അതുപോലെ സുന്നത്ത് റവാത്തിബ് നമസ്കാരങ്ങൾ അതൊക്കെ നിർവഹിക്കുക, ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആൻ പഠനം നിരന്തരം നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ? ഉളുഹിയ്യത്ത്, ബലികർമ്മം. നമ്മൾ പെരുന്നാൾ എന്ന് പറയുന്നത് അത് ബലി പെരുന്നാളാണ്. ഉളുഹിയ്യത്ത് നിർവഹിക്കപ്പെടുന്ന പെരുന്നാളാണ്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ്. അതായത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മുസ്ലിം ലോകത്തിൻ്റെ ഏകോപിച്ച ഇജ്മാ കൊണ്ടുമൊക്കെ സ്ഥിരപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തആല അത് മാത്രമല്ല, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ അൻആം 162, 163 ആയത്തുകൾ പറയുന്നുണ്ട്. പറയുക പ്രവാചകരെ, ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരം, വനുസുഖി എൻ്റെ ബലികർമ്മം. നുസുഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അൽ ഉളുഹിയ്യ എന്നാണ് അർത്ഥം. അപ്പം എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനാണ്. ലാ ശരീക ലഹ്, അവന് പങ്കുകാരില്ല എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ്യത്തിന് വേണ്ടി ബികബ്ശൈനി അംലഹൈനി അഖറൈൻ, കൊമ്പുള്ള മാംസളമായിട്ടുള്ള 2 ആടുകളെ അറുത്തു എന്നാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. ലഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഉളുഹിയ്യത്ത് ബലികർമ്മം നിർവഹിച്ചു. ബികബ്ശൈൻ, ആടുകളെയാണ് അറുത്തത്. അംലഹൈൻ, മാംസളമായിട്ടുള്ള. അഖറനൈൻ, കൊമ്പുള്ള. ദബഹുമാ ബിയദി, പ്രവാചകൻ തൻ്റെ കൈകൊണ്ട്, അതായത് സ്വന്തമായിട്ടാണ് അറുത്തത് എന്നർത്ഥം. വസമ്മാ വകബ്ബർ, അവിടുന്ന് ബിസ്മില്ല എന്ന് ബിസ്മി ചൊല്ലുകയും വകബ്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്തു. അറക്കുന്ന സമയത്ത് പ്രവാചകൻ അതിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗത്ത്, പിരടിയുടെ ഭാഗത്ത് കാല് വെച്ചു എന്നാണ്, മൃഗത്തിൻ്റെ ആശ്വാസം എന്നുള്ള നിലക്ക്. അപ്പോൾ അങ്ങനെ പ്രവാചകൻ്റെ ഒരു സുന്നത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹത്തായ ആ ത്യാഗനിർഭരമായ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഏറെ പ്രധാനപ്പെട്ട സുന്നത്താണ് സഹോദരങ്ങളെ. ഈ സുന്നത്തായ ഉളുഹിയ്യത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് റബ്ബിന് ശുക്ർ ചെയ്യാൻ. അതുപോലെ തന്നെ ആ പ്രവാചകന്മാരുടെയൊക്കെ, പ്രത്യേകിച്ച് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ ചര്യ അത് ജീവിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിന് പെരുന്നാളാണ്. അപ്പോൾ കുടുംബത്തിന്, അയൽവാസികൾക്ക്, ബന്ധുക്കൾക്ക് അപ്പോൾ ഒരു സന്തോഷം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ദുഃഖകരം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ പല ആളുകളും എന്താ അറിയോ, അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല ക്യാഷൊക്കെ ഉണ്ടായിരിക്കാം, ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ തയ്യാറാകാതെ പിശുക്ക് കാണിച്ച്, മടി കാണിച്ച്, ആ ഒരു പ്രവണത ശരിയല്ല എന്നാണ് പറയാനുള്ളത്. നമ്മൾ നിർവഹിക്കുക. ഇപ്പോൾ എന്താണെന്നറിയോ, അധിക മഹല്ലുകളിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് പരസ്യം കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ കോടിക്കണക്കിന് രൂപയുള്ള ആളുകൾ, ലക്ഷപ്രഭുക്കൾ പോലും എന്താണ്, അവർക്ക് ഒരു മൃഗത്തെ സ്വന്തമായി ഇറക്കാം. സ്വന്തമായി എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ ക്യാഷ് കൊടുത്തിട്ട് ഇതിൽ പങ്കുചേരാം. പക്ഷേ ഈ ഒരു ഷെയർ എന്നുള്ളതിന് അതിന് ഒരു കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതുകൊണ്ട് അത്ര വലിയ അതിസമ്പന്നരായ ആളുകൾ, സാധാരണഗതിയിലുള്ള സമ്പന്നരല്ല, അതിസമ്പന്നർ പോലും ഒരു ഷെയർ കൊടുക്കുന്ന ഒരു പ്രവണത, അതൊന്നും ശരിയല്ല. നമ്മളെന്ത് ചെയ്യണം? അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു നന്ദി പ്രകടനം നമ്മുടെ ആ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉരുവിനെ വാങ്ങി അറുത്ത് ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ ശേഷിയുള്ളവർ ഒരു ഷെയർ ചേർന്നാൽ പോരാ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ 8-10 അംഗങ്ങളുണ്ട് ഒരു വീട്ടിൽ. അവിടെ അവർ ഭക്ഷണം വെച്ച് വിളമ്പി അവർ ഒന്നിച്ച് കഴിക്കുകയാണ്. 8-10 ആളുകളുണ്ട്, വാപ്പയും ഉമ്മയും മക്കളൊക്കെ.
അവർക്ക് നല്ല വരുമാനമുണ്ട്, ജോലിയുണ്ട്, എന്നിട്ട് അതിന് ഒരു മൃഗം അല്ല, അവർക്ക് ഒന്ന് മതിയാകും. അതെന്താണ്? ജായിസാൻ. പക്ഷേ അതല്ല, സൽക്കർമ്മത്തിൽ എന്ത് ചെയ്യണം? അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കനുസരിച്ച് കുറച്ചെങ്കിലും അധികം നമ്മൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവർ, ഇപ്പോൾ ഇനി അധികമൊന്നും പണം ഇല്ലെങ്കിൽ പോലും വലിയ സമ്പത്തൊന്നും വേണ്ട. ഇപ്പോൾ ഉളുഹിയത്ത് അറക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഷെയറിന് 12 ഉണ്ട്, 10 ഉണ്ട്, 8000 വരെ ഉണ്ട്. ഇനി അതിൽ താഴെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു ഷെയറിന്. എന്നാൽ ഒരാളടുത്ത് ഒരു 5000 രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് ഉളുഹിയത്ത് അതിൽ പങ്കാളിയാകാം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ പ്രതിഫലം കരസ്ഥമാക്കാം. എങ്ങനെ? നമ്മുടെ ഫോക്കസ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സംവിധാനം, ഫോക്കസ് ഇന്ത്യ ഒരു മാടിൻ്റെ ഷെയറിന് 5000 രൂപയാണ് വാങ്ങുന്നത്. ഇന്ത്യൻ മണി 5000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര റിയാലാണ്? വളരെ ചുരുങ്ങിയ പൈസ. അപ്പം അതുകൊണ്ടുള്ള അതിൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ ആസാം, ജാർഖണ്ഡ് പോലെയുള്ള വളരെ നിരാലംബരായ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ, വളരെ നിർധനരായ, പാവപ്പെട്ടവരായ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എന്നൊക്കെ ആളുകൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായിട്ടുള്ള ആളുകൾ. ആസാമിലേക്ക് വീടുകൾ കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഇതാ അതുപോലെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടാണ് അവരുടെ ചുമര്, ആ തടവുണ്ടല്ലോ, എന്താ അതിന് പറയാ, അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ രൂപത്തിലാണ് അവിടെയുള്ള പാവപ്പെട്ട എത്രയോ ആളുകളുടെ വീടുകൾ. എന്നിട്ട് ആ വീട്ടിലൊക്കെ അവരെത്ര കാലം കഴിയുന്നത്? 15-20 വർഷമൊക്കെ. അങ്ങനെയുള്ള പാവപ്പെട്ടവർ. അപ്പോൾ അവർക്ക് ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ മാംസമൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് അതിലെങ്കിലും ഭാഗവാക്കാകാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ ആളുകൾക്ക് സംശയം, എന്താ സംശയം? ഉളുഹിയത്തിൻ്റെ മാംസം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പറ്റുമോ എന്നുള്ളത്. സഹോദരങ്ങളെ, അതിലൊന്നും നമ്മൾ സംശയിക്കാൻ പാടില്ല. ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ അതൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൻകുലുഹാ ഇലാ ഖറാബതിഹി ഔ ഇലാ ഖൗമിൻ ഹും അഹ്വജു ഇലൈഹാ മിൻ അഹ്ലി ബലദി. സ്വന്തം നാട്ടിനേക്കാൾ ഏറെ ആവശ്യമുള്ളവരാണ് അന്യനാട്ടുകാർ എങ്കിൽ അവർക്ക് ഉളുഹിയത്ത് അവർക്ക് കൊടുക്കാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഫിഖ്ഹുൽ ഇസ്ലാമി വ അദില്ലതുഹു എന്ന് പറയുന്ന കിതാബിലാണ് അതുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, അഷ്ശൈഖ് ഇബ്നു ജിബ്രീൻ റഹിമഹുല്ലാ അന്തരിച്ചിട്ടുള്ള ആധുനിക ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹം രേഖപ്പെടുത്തി ഇർസാലു ഖീമതിഹാ ഇലൽ ബിലാദിൽ ഫഖീറ, ദരിദ്ര രാജ്യങ്ങളിലേക്ക് ഉളുഹിയത്തിൻ്റെ പണമയക്കുക. എന്നിട്ടോ ലിയഷ്തരി ബിഹാ ദബായിഹ്, എന്നിട്ട് അതിന് അറവ് മൃഗങ്ങളെ വാങ്ങുക. എന്നിട്ടോ വതുദ്ബഹു ഫി അയ്യാമിൽ ഈദ്, പെരുന്നാൾ ദിവസം അവയെ അറക്കുക. വതുഖസ്സിമു അലാ ഫുഖറാഇൽ മുസ്ലിമീൻ, എന്നിട്ടും പാവപ്പെട്ടവരായ ആളുകൾക്ക് അത് വീതം വെക്കുക. അപ്പോൾ അതൊക്കെ അനുവദനീയമാണ്. ആരെങ്കിലുമൊക്കെ ആ മസാല പറഞ്ഞിട്ട് ഇവിടെ അറക്കുന്നില്ല, അങ്ങോട്ടും കൊടുക്കുന്നില്ല, ആ രൂപത്തിൽ അതങ്ങനെയൊന്നും വളരെ പിന്തിരിപ്പനായിട്ടുള്ള ചിന്താഗതികളിലേക്ക് പോകാനായിട്ട് പാടില്ല എന്ന് ഉണർത്തുകയാണ്. മറ്റൊരു കാര്യം പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഉളുഹിയത്തൊക്കെ നിർവഹിക്കുമ്പോഴേ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജാഹിലിയ കാലഘട്ടത്തിൽ ബലിയർത്തിരുന്നു. അവർ ആ ബലിയുടെ മാംസം, അതിൻ്റെ രക്തവും മാംസവും കഅബയുടെ ഭിത്തിയിലേക്ക് എറിയുമായിരുന്നു അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവരറുത്ത മൃഗത്തിൻ്റെ മാംസം രക്തത്തിൽ കലർത്തിച്ച് കഅബയുടെ ഭിത്തിയിലേക്ക് എറിയുമായിരുന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. സൂറത്തുൽ ഹജ്ജിൻ്റെ 37-ാമത്തെ വചനം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറക്കുന്ന ആ മൃഗമുണ്ടല്ലോ, അതിൻ്റെ മാംസം അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാ ദിമാഉഹ, അതിൻ്റെ രക്തം അതും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വാ,
നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലുള്ള അള്ളാഹുവിനോടുള്ള ആ ഒരു തഖ്വ ഭക്തി, അതാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ഒട്ടനവധി കാര്യങ്ങൾ പറയേണ്ട, അത് കഴിഞ്ഞ് നിർത്താം. ഈ ദിവസങ്ങളിലെ ഇപ്പോൾ അറഫ നോമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹജ്ജ് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഹജ്ജ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറയുണ്ടായി, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല. ജനങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള കടമയാണ് ആ ഭവനത്തിങ്കൽ എത്തിച്ചേർന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിവുള്ളവർക്ക് അവരുടെ കടമയാണ്, ഉത്തരവാദിത്തമാണെന്ന, അല്ലെങ്കിൽ ബാധ്യതയാണെന്ന. അപ്പം ആ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നു, ഒരാളുടെ അവിടെ ചെന്ന് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്ന ആളുടെ മേൽ ആയുസ്സിൽ ഒരിക്കലും നിർബന്ധമാണെന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. എന്താണ് ചിന്തിക്കേണ്ടത്? ഇത് ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽ പെട്ട ഒന്നാണല്ലോ ഈ ഹജ്ജ്. അപ്പോൾ നമ്മൾ ജീവിച്ച പരിസരങ്ങൾ നമ്മൾ കാണുന്നത് എന്താ? വയോവൃദ്ധനായിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ഊരെ വളഞ്ഞ് ചർമ്മങ്ങളൊക്കെ ചുക്കി ചുളിഞ്ഞ് ഒരു ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ കഴിയാത്ത, പിന്നെ പരസഹായമില്ലാതെ ഒന്ന് നടക്കാൻ കഴിയും, ആ പ്രായത്തിലൊക്കെ ഹജ്ജിന് പോയാൽ മതി എന്നുള്ളതാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊക്കെ തിരുത്തണം. കുറേ തിരുത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്ന ആളുകൾ പോകുന്നു. പക്ഷേ എന്നിട്ടും കുറേ പിന്തിരിപ്പൻ ചിന്താഗതികളാണ്. എന്താണെന്നറിയോ? പെൺകുട്ടികളുണ്ട്, അവരുടെ കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ മക്കളുടെ അവരുടെ പഠനം കഴിയട്ടെ, എന്നിട്ടൊക്കെ ഹജ്ജിന് പോയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. ഹജ്ജെന്ന് പറയുന്നത്, ഇപ്പോൾ ഹജ്ജിന് പോകാൻ എത്ര പൈസ വേണം? ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം പോകാൻ ഒരു 5 ലക്ഷം ഉണ്ടായാൽ മതി. സൗദി അറേബ്യയിൽ നിന്ന് പോകാൻ എത്ര മതി? ഒരു 11,000 റിയാൽ ഉണ്ടായാൽ മതി. എന്നാൽ ഹജ്ജിന് പോകാം. ഹജ്ജ് എന്ന് പറയുന്നത് അൽ ഹജ്ജു വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ. കണ്ടോ? പ്രായപൂർത്തിയായിട്ടുള്ള ബുദ്ധിയുള്ള, ഹുർരിൻ മുസ്തതിയൻ, സ്വതന്ത്രനായിട്ടുള്ള, സാധ്യതയുള്ള, സാധ്യത എന്ന് പറഞ്ഞാൽ ആരോഗ്യം വേണം, സാമ്പത്തിക ശേഷി വേണം. എന്താ സാമ്പത്തിക ശേഷി? കോടിക്കണക്കിന് രൂപയല്ല, ഒരു 11,000 റിയാൽ അതുണ്ടെങ്കിൽ നമുക്ക് കാറ് വാങ്ങാം. എത്രയുടെ? 85,000 അല്ലെങ്കിൽ 1.5 ലക്ഷം ഇത് വാങ്ങാം. ഹജ്ജിനോ അതിന് ആ ചിന്തയില്ല. ആ രൂപത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പാടില്ല. ഹജ്ജൊക്കെ എന്താണ്? ഇവിടെ പറഞ്ഞല്ലോ, മുസ്ലിമായ പ്രായപൂർത്തിയായിട്ടുള്ള, ബുദ്ധിയുള്ള, സ്വതന്ത്രനായിട്ടുള്ള, അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്ന ആളുകളുടെ മേൽ നിർബന്ധമാണെന്ന. ഒരു 20 വയസ്സായ ആളെക്കുറിച്ച്, യുവാവിനെ കുറിച്ച് ചിന്തിക്കൂ. അദ്ദേഹത്തിന് ശമ്പളമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണമുണ്ട്, അദ്ദേഹം ചെയ്യണം, ഹജ്ജ് ചെയ്യണം, നിർബന്ധമാണ്. അതാണ് ഇവിടെ പറയുന്നത്. 20 വയസ്സാണെന്നില്ല, പ്രായപൂർത്തിയായാലും മതി എന്നാണ്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നിട്ട് 40, 50, 60 ആയാലും ഹജ്ജ് ചെയ്യേണ്ട ആ ഒരു ചിന്തയിൽ ഇനിയും വയസ്സാകട്ടെ എന്നുള്ള. ഇത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. ഇമാം ബൈഹഖി നൽകുന്ന ഒരു വചനത്തിൽ പറയുന്നത്, മൻ മലക സാദൻ വറാഹിലതൻ, ആര് പാഥേയം ഉടമപ്പെടുത്തുന്നുവോ, യാത്രക്കുള്ള സൗകര്യം, റാഹിലത്ത് വാഹനം, അത് ഉണ്ടോ, അവരുടെ മേൽ ഹജ്ജ് നിർബന്ധമാണെന്നുള്ളതാണ്. പാഥേയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാമ്പത്തിക ശേഷി, വാഹനം എന്ന് യാത്രാ സൗകര്യം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ഹജ്ജ് നിർബന്ധമാണെന്നാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അത് പിന്നെ പല ആളുകൾ പറഞ്ഞ് പിന്തിരിപ്പിക്കും, ഇപ്പോൾ ഹജ്ജ് ചെയ്യണ്ട, ഹജ്ജ് ചെയ്ത് വന്നാൽ പിന്നെയും തെറ്റുകൾ ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഹജ്ജിൻ്റെ ഫലം നഷ്ടപ്പെടുമെന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ഹജ്ജ് ചെയ്ത് വന്നാലും അല്ലെങ്കിലും നമ്മൾ തെറ്റുകളിലേക്ക് പോകാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. നിങ്ങൾ നോക്കൂ, വയസ്സായിട്ട് ഹജ്ജ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആവട്ടെ എന്ന് ചിന്തിച്ചാൽ
മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഉടനെ ഹജ്ജ് ചെയ്യട്ടെ എന്നുള്ളതാണ്. കാരണം എന്താ? നബിൻ്റെ വചനാണ്, അള്ളാന്റെ റസൂലിന്റെ വചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ഖദ് യംറലുൽ മരീദ്, അയാൾ എന്ത് ചെയ്യും? ഒരുപക്ഷെ രോഗിയായേക്കാം. എത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. നല്ല ചുറുചുറുക്കുള്ള ആളുകൾ, വയസ്സ് 32, അറ്റാക്ക് കാണുന്നില്ലേ നമ്മൾ? അതിന് എന്താണ് ഇത്? നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്കതിൽ പാഠമുണ്ട്. നമുക്ക് തോന്നും നമുക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ ജിമ്മിന് പോകുന്നുണ്ട് എന്നാണ് നമ്മുടെ ചിന്ത. അല്ല പ്രിയമുള്ളവരെ, എന്തിന് പോയാലും ചില സംഭവങ്ങളൊക്കെ എപ്പോഴാണ് വരികയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് പറയാ, ഫഇന്നഹു ഖദ് യംറലുൽ മരീദ്, രോഗിയായേക്കാം. വതദല്ലുല്ലാല്ല, വാഹനം നഷ്ടപ്പെട്ടേക്കാം, യാത്രാ സൗകര്യം തടസ്സം അത് ഉണ്ടായേക്കാം. വതഅരിദുൽ ഹാജ, മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടായേക്കാം. അപ്പോൾ ഹജ്ജ് നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് അത് പൈശാചികമായ ദുർബോധനങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഹജ്ജൊക്കെ എന്ത് ചെയ്യുക? വേഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സാമ്പത്തിക ശേഷി, ആ ഒരു നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അതൊക്കെ പെട്ടെന്ന് സഫലമാകുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരാൾ അദ്ദേഹം പള്ളിയിലേക്കൊന്നും വല്ലാതെ പോകില്ല, ജുമാക്കൊക്കെ പോകും, വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ചിലപ്പോഴൊക്കെ നമസ്കരിക്കും. അങ്ങനെ ആ മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ വാതൊക്കെ വന്ന് നടക്കാൻ വയ്യാതായി, ഇരിക്കാൻ എന്നല്ല, അപ്പോൾ അദ്ദേഹത്തിന് മോഹം പള്ളിയിലൊക്കെ ജമാഅത്തിനൊക്കെ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാണ് നമ്മൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഈ ഹജ്ജിനെ സംബന്ധിച്ചൊക്കെ പറയാനുള്ളത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് നിങ്ങൾ മുന്നിടുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും കരസ്ഥമാക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ